ഇസ്രയേലിനെതിരെ ഇറാൻ പ്രത്യാക്രമണം നടത്തുമെന്ന ആശങ്കയിലാണ് ഇപ്പോൾ ലോകരാജ്യങ്ങൾ. മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളോട് സംയമനം പാലിക്കണമെന്ന് റഷ്യയും ജർമ്മനിയും ബ്രിട്ടനും അഭ്യർത്ഥിച്ചിരിക്കുന്നു. വിഷയത്തിൽ ഇടപെടരുതെന്ന് അമേരിക്കയോട് ഇറാൻ ആവശ്യപ്പെട്ട് കഴിഞ്ഞു. വിവരങ്ങളുമായി അമേരിക്കയിലെ ന്യൂ ജേഴ്സിയിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി മധു കൊട്ടാരക്കര ചേരുന്നു. ഗുഡ് മോർണിംഗ് മധു കൊട്ടാരക്കര. ഇറാൻ ഈ യുദ്ധത്തിൽ ഇടപെടുകയാണെങ്കിൽ ഒരുപക്ഷേ ഈ യുദ്ധം ലോകത്ത് വലിയ വിനാശം വിതയ്ക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതിൻ്റെ ആശങ്കയിലാണോ പാശ്ചാത്യ രാജ്യങ്ങൾ? ഗുഡ് മോർണിംഗ് എസ് കെ. തീർച്ചയായിട്ടും പാശ്ചാത്യ രാജ്യങ്ങൾ മാത്രമല്ല, ഇപ്പം മറ്റ് രാജ്യങ്ങളും ഇതേ ആശങ്ക അറിയിച്ചിരിക്കുകയാണ്. ഏപ്രിൽ 1 ഈ സിറിയയിൽ ഇറാൻ കോൺസുലേറ്റ് വ്യോമാക്രമണത്തിലൂടെ ഇസ്രായേൽ അത് തകർത്ത് കഴിഞ്ഞപ്പോൾ തന്നെ തിരിച്ചടിക്കുമെന്ന് ഇറാൻ അന്നേ വ്യക്തമാക്കിയതായിരുന്നു. ഒരു ഇറാനിയൻ മേജർ ഉൾപ്പെടെ 6 സൈനിക ഉദ്യോഗസ്ഥർ അന്ന് കൊല്ലപ്പെട്ടതാണ് ഇറാനെ ഇത്രയധികം പ്രകോപിപ്പിച്ചത്. ഇസ്രയേൽ ഇതുവരെയും ഇതിന്റെ ഉത്തരവാദിത്വം ഒന്നും ഏറ്റെടുത്തിട്ടില്ലെങ്കിലും ഇറാന്റെ പരമോന്നത തലവൻ അയത്തുള്ള അലി ഖമേനി ബുധനാഴ്ച ഇതിന്റെ ഉത്തരവാദികൾ ശിക്ഷിക്കപ്പെട്ടിരിക്കണം, അല്ലെങ്കിൽ ആ ശിക്ഷ നടപ്പിലാക്കുമെന്ന് പ്രസ്താവിച്ചതോടുകൂടിയാണ് ഈ മേഖലയിൽ ഇപ്പോൾ ഇത്രയധികം സംഘർഷാവസ്ഥ ഉരുണ്ടുകൂടിയിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഈ റഷ്യ, ജർമ്മനി, ബ്രിട്ടൻ തുടങ്ങിയ രാജ്യങ്ങൾ മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങളോട് ഈ ഒരു വിഷയത്തിൽ സംയമനം പാലിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുന്നത്. ടെഹ്റാനിലേക്കുള്ള ഫ്ലൈറ്റുകളൊക്കെ ജർമ്മനി റദ്ദാക്കിയിരിക്കുകയാണ്. അതുപോലെ റഷ്യയും ഇതുവഴിയുള്ള യാത്രയിൽ ഒരു മുൻകരുതൽ ഉണ്ടാകണമെന്നുള്ള ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഹമാസുമായിട്ട് ഗസയിൽ യുദ്ധം നടക്കുന്നുണ്ടെങ്കിലും ഒരു തിരിച്ചടി നേരിടുവാൻ വേണ്ട മുൻകരുതലുകളൊക്കെ എടുത്തിട്ടുണ്ടെന്നാണ് ഇസ്രായേൽ ഇതിനോട് പ്രതികരിച്ചിരിക്കുന്നത്. അടിച്ചാൽ തിരിച്ചടിക്കുമെന്നാണ് ഈ ബെഞ്ചമിൻ നെതന്യാഹു ഇതിനോട് പ്രതികരിച്ചുകൊണ്ട് പറഞ്ഞിരിക്കുന്നത്. പ്രതിരോധിക്കാനാണെങ്കിലും ആക്രമിക്കാനാണെങ്കിലും ഇസ്രായേൽ തയ്യാറായി കഴിഞ്ഞെന്നും അദ്ദേഹം പറയുന്നു. എസ് കെ, അതേസമയം തിരിച്ചടിക്കുമെന്ന് ഇറാൻ അമേരിക്കയ്ക്കും ചില സൂചനകൾ നൽകിയതായിട്ടാണ് വാഷിംഗ്ടണിൽ നിന്ന് നമുക്ക് റിപ്പോർട്ടുകൾ. ഒരു വലിയ തോതിലുള്ള യുദ്ധം പൊട്ടിപ്പുറപ്പെടാത്ത വിധത്തിൽ ആക്രമണം നിയന്ത്രിച്ചുകൊണ്ടായിരിക്കും ഒരു തിരിച്ചടി എന്നാണ് ഇറാൻ വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം അമേരിക്കയോട് ഒരു കാരണവശാലും ഈ വിഷയത്തിൽ ഇടപെടരുതെന്നുള്ള ഒരു ആവശ്യവും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എസ് കെ. മധു കൊട്ടാരക്കര.